നമസ്കാരം. ദൃഷ്ടിദോഷം നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ദൃഷ്ടിദോഷത്തെപ്പറ്റിയും അതിൻ്റെ പരിഹാരങ്ങളെപ്പറ്റിയും ഇന്നറിയാം. ദൃഷ്ടിദോഷം പണ്ടുകാലം തൊട്ടേ തുടർന്നു വരുന്ന ഒരു വിശ്വാസമാണ്. പ്രത്യേകിച്ച് ഒരു കാര്യവുമില്ലാതെ അസുഖങ്ങൾ വരിക, ക്ഷീണം തോന്നുക, ഉന്മേഷമില്ലായ്മ, തലവേദന, കൈകാല് വേദന, കൈകാല് കിഴക്കുന്ന പോലെ തോന്നുക, ഉറക്കമില്ലായ്മ, ഇതെല്ലാം ദൃഷ്ടിദോഷത്തിന്റെ പരിധിയിൽ വരുന്നതാണ്. പുറത്തു പോയിട്ട് വരുമ്പോഴോ എന്തെങ്കിലും പ്രത്യേക പരിപാടികൾക്ക് ശേഷമോ ഒക്കെ ആയിരിക്കും കൂടുതലും ഇങ്ങനെ ദൃഷ്ടിദോഷം ഏറ്റതായിട്ട് നമുക്കിങ്ങനെ തോന്നുന്നത്. ദൃഷ്ടിദോഷം ഏറ്റതാണെങ്കിൽ അത് മാറാൻ പെട്ടെന്ന് തന്നെ ചെയ്യാൻ പറ്റുന്ന, വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റുന്ന ഒരു പരിഹാരം നോക്കാം. ഒറ്റ സംഖ്യയിൽ ചുവന്ന മുളക് എടുക്കുക. ഏകദേശം 2 ടീസ്പൂൺ കല്ലുപ്പും 1 ടീസ്പൂൺ കടുകും കൂടി എടുക്കുക. ബുദ്ധിമുട്ടിന്റെ തീവ്രത അനുസരിച്ച് ചെറിയ ക്ഷീണം പോലുള്ളതാണെങ്കിൽ 3 വറ്റൽമുളകും, കഠിനമായ ബുദ്ധിമുട്ടുകളാണെങ്കിൽ 9 മുളക് വരെ എടുക്കാം. അത് ഒറ്റ സംഖ്യയിൽ. കുറഞ്ഞത് മുളക് 3 എണ്ണമെങ്കിലും വേണം. ഇനി ശ്രദ്ധിക്കാൻ, ഈ വസ്തുക്കൾ എടുത്തു കഴിഞ്ഞാൽ പിന്നെ ഉഴിഞ്ഞ് കത്തിച്ച് കഴിയുന്നവരെ ഉഴിയുന്ന ആള് മിണ്ടാൻ പാടില്ല. ഇനി കയ്യിലോ പേപ്പർ പോലുള്ള എന്തെങ്കിലും വസ്തുവിലോ ഈ സാധനങ്ങളെല്ലാം അളവിനെടുത്ത് തല മുതൽ കാൽപാദം വരെ 3 തവണയും തലയ്ക്ക് ചുറ്റും മാത്രമായിട്ട് 3 തവണയും ദൃഷ്ടിദോഷം മാറണം എന്ന് മനസ്സിൽ വിചാരിച്ച് ഒഴിഞ്ഞു വെക്കുക. എന്നിട്ട് കത്തുന്ന തീയിലേക്ക് ഇടുക. ബുദ്ധിമുട്ടുള്ള വ്യക്തി കത്തി കഴിയുന്നവരെ അഗ്നികരികെ ഉണ്ടാവണം. ഇനി ദൃഷ്ടിദോഷം തന്നെ ആയിരുന്നു എന്ന് ഉറപ്പിക്കാൻ ഒഴിഞ്ഞ് തീയിലിട്ട ശേഷം ചുമ വരുന്നുണ്ടോ, ദുർഗന്ധം പോലൊരു സ്മെല്ല് വരുന്നുണ്ടോ എന്ന് വെച്ച് മനസ്സിലാക്കാം. ചുമ വന്നാൽ ദൃഷ്ടിദോഷമല്ല. ചുമ വരുന്നില്ലെങ്കിൽ അവിടെ ദൃഷ്ടിദോഷമുണ്ട്. മുളക് എപ്പം മൂത്താലും ചുമ വരാറുണ്ടല്ലേ? ഇവിടെ സാധാരണ പോലെ മുളക് തീയിലിട്ട് മൂക്കുമ്പോൾ ദൃഷ്ടിദോഷം ബാധിച്ച വ്യക്തിയുടെ ദൃഷ്ടിയേറ്റത് മൂലമുള്ള ശക്തിയുടെ സ്പന്ദനങ്ങളെ നശിപ്പിക്കാൻ ഉപയോഗപ്പെടുന്നു. തന്മൂലം ചുമ വരത്തില്ല. ദൃഷ്ടി കൂടുതലാണെങ്കിൽ ചുമയെ വരത്തില്ല. ഇനി ദുർഗന്ധം വല്ലാത്തൊരു സ്മെല്ല് ഇങ്ങനെയുണ്ടെന്നുണ്ടെങ്കിൽ അവിടെ ദൃഷ്ടി ഉണ്ട് എന്ന് മനസ്സിലാക്കാം. ഇനി ഇതിന് പിന്നിലെ കുറച്ച് കാര്യങ്ങളും കൂടെ പറയാം. എങ്ങനെയാണ് ദൃഷ്ടി ഏൽക്കുന്നത്? ഒരു വ്യക്തിക്ക് മറ്റൊരു വ്യക്തിയുടെ മേലുണ്ടാകുന്ന രജ തമ പ്രമോഹങ്ങളുടെ പ്രതികൂല ഫലത്തെയാണ് ദൃഷ്ടിദോഷമായിട്ട് വരുന്നത്. ഉദാഹരണം പറയുവാണെങ്കിൽ, ഒരാൾ നല്ല പോലെ പാടുന്നു, അല്ലെങ്കിൽ ഒരാൾ നല്ല പോലെ ഡാൻസ് കളിക്കുന്നു. സാധാരണയായിട്ട് ഒരാൾ വിചാരിക്കുന്നു, അയ്യോ എന്ത് രസമാണ് കാണാൻ, അല്ലെങ്കിൽ എന്ത് രസമാണ് ഡാൻസ് കളിക്കുന്നത് കാണാൻ എന്ന് വിചാരിക്കുന്നു. പക്ഷേ ആ മോഹത്തിന്റെ തീവ്രത ഓരോരുത്തരിലും വ്യത്യാസമായിരിക്കും. ഈ മോഹത്തിന്റെ തീവ്രത പാടുന്ന ആളെ നേർ വിപരീതമായിട്ട് ബാധിക്കും. പശുക്കൾ പോലെയുള്ള കന്നുകാലികൾക്ക് കഴുത്തിൽ ചിരട്ട കിഴിച്ച് മാലിട്ടേക്കുന്ന കണ്ടിട്ടില്ല? അല്ലെങ്കിൽ എന്തെങ്കിലും ലോഹ വസ്തുക്കളൊക്കെ കഴുത്തെ തൂക്കിട്ടേക്കുന്ന, അല്ലെങ്കിൽ ശംഖിന്റെ മാലയൊക്കെ കഴുത്തിട്ടേക്കുന്ന കാണാം. എന്തിനായിരിക്കും ഇത്? ശരീരം നന്നായിട്ടിരിക്കുന്ന കന്നുകാലികൾക്ക് അസുഖം വരാതിരിക്കാനും അത് കറവയെ ബാധിക്കാതിരിക്കാനും ദൃഷ്ടിദോഷം ഏൽക്കാതിരിക്കുകയും ചെയ്യുന്നതാണിത്. ഇനി ദൃഷ്ടിദോഷം മാറാൻ മുമ്പ് പറഞ്ഞ പോലെ ഒഴിഞ്ഞിട്ട് കത്തിക്കുമ്പോൾ തീയുടെ ചൂടിന്റെ സാന്നിധ്യത്തിൽ മുളക് ദൃഷ്ടിയേറ്റ ആളിലുള്ള രജതമ തരംഗങ്ങളെ ആകർഷിച്ച് അതിനെ ഏകോപിപ്പിച്ച് അന്തരീക്ഷത്തിലേക്ക് വിടുന്നു. ഇത് തീയുടെ ചൂട് കൊണ്ട് വിഘടിച്ച് ഇല്ലാതെയാവുന്നു. ഇവിടെ കടുകിനും മുളകിനും ഒരേ ധർമ്മമാണെങ്കിൽ ഇവരുടെ പ്രവർത്തനത്തെ സഹായിക്കാനാണ് ഉപ്പ് ചേർക്കുന്നത്. എപ്പോഴും ഒഴിഞ്ഞിട്ടത് കത്തിത്തീരാനായിട്ട് ശ്രദ്ധിക്കണം. പണ്ട് മുതലേ നാട്ടിൽ പ്രചാരത്തിലുള്ള ഒരു ദൃഷ്ടിദോഷം ഒഴിപ്പിക്കലാണിത്. ആർക്ക് വേണമെങ്കിലും എപ്പോൾ വേണമെങ്കിലും ഇത് ദൃഷ്ടിദോഷം ഏറ്റിട്ടുണ്ടോ എന്ന് സംശയം തോന്നിയത് ചെയ്തു നോക്കാം. നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്രദമാവുമെന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾ ഈ വീഡിയോയ്ക്ക് തരുന്ന ഓരോ ലൈക്കും, ഓരോ കമൻറ്റും, ഓരോ സബ്സ്ക്രൈബും എനിക്ക് ഈ ചാനലിൻ്റെ വളർച്ചയിൽ വളരെയധികം സപ്പോർട്ടാവും. നമസ്തേ.